നാട്ടിലുമാണ്. അപ്പം അത് റിസ്ക് തന്നെയാണ്. അത് ഇന്നും കാണുമ്പോൾ പറയുന്ന ആൾക്കാരുണ്ട് അന്ന് കൊണ്ടുവന്ന കേക്ക് കുറേ നല്ലതായിരുന്നു. കാലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളവരെ കാണുന്നത്. അപ്പം എന്നെ പലരും ഓർത്തിരിക്കുന്നത് തന്നെ ആ കേക്കിന്റെ രുചിയുടെ പേരിലാണ്. ഒരു സീസൺ ഫുള്ള് ഒരു 4-5 മാസത്തോളം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ കേക്കിന്റെ പുറകെയായിരുന്നു. ആ സമയത്ത് ഒരു ബിൽഡിംഗ് കേക്ക് തലക്കി പിടിച്ചു. നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമ്മയാണ് നമ്മൾ വർക്ക് ചെയ്യുക. അത് ആരും എത്ര ചെറിയ ആൾക്കാർ ഒരു കുട്ടികൾ പറഞ്ഞാൽ പോലും നമ്മളത് കൺസിഡർ ചെയ്യും. ക്വാളിറ്റിയിലും ടേസ്റ്റിലും നമ്മൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാറില്ല. നമ്മൾ എപ്പോഴൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എനിക്ക് ആ കേക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു കേക്ക് ഫാനല്ല, പക്ഷേ സിലിയുടെ കേക്കിൻ്റെ ഫാനാണ്. കാരണം അത് കഴിച്ചാൽ അതിനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ട്. അത് ഞാൻ അക്നോളജ് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ ഫാമിലിയിലൊക്കെ ഞാനത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ ആദ്യം തന്നെ ചോദിക്കാറുണ്ട് സിലിയുടെ കേക്കാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രളയം തകർത്തിട്ടുണ്ട്. ആ സമയത്ത് കമ്പനിയുടെ മുകളിൽ കൂടെയാണ് വെള്ളം പോയത്. വീടും പുതിയ വീട് കണ്ട് കൊതി തീർന്നിട്ടില്ല. വീടിന്റെ ട്യൂബ്ലൈറ്റ് ഒക്കെ ഉള്ള ആ ഒരു ഹൈറ്റ് വരെ വെള്ളം വന്നു. അപ്പോഴാണ് രണ്ടാമത് വരുന്നത് വീണ്ടും കൊറോണ. കോവിഡ് വന്നപ്പോ എന്ത് ചെയ്തു? ഒരു സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എവിടെ നിന്നാണ് നമ്മൾ തുടക്കം കുറിക്കുക? സംരംഭം നമ്മളിലേക്ക് എത്തുകയാണോ അതോ നമ്മൾ സംരംഭത്തിലേക്ക് എത്തുകയാണോ? അതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ സംരംഭത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണോ? സംരംഭമോഹികൾക്ക് സ്വാഗതം സ്പാർക്കിലേക്ക്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നിരവധി വനിതാ സംരംഭകർ വിജയിച്ച നാടല്ല നമ്മുടേത്. എന്നാൽ നിരവധി സംരംഭക മോഹികളുമുണ്ട് വനിതകളുടെ ഇടയിൽ. സ്വന്തം പാഷൻ തിരിച്ചറിഞ്ഞ് ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിച്ച് അത് വളർത്താനുള്ള പരിശ്രമത്തിലാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായ സിലി ബെന്നി എന്ന ഈ സംരംഭക. സിലി, സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഈഗിളിൻ്റെ വേദിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴേ ഞാൻ വിളിക്കുന്നതാണ് ഒരു ദിവസം സ്പാർക്കിൽ വന്ന് കഥ പറയണം. പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. ഇപ്പോൾ അതിന് വേദിയായി. സിലിയുടെ നാട് എവിടെയാണ്? തൃശ്ശൂർ അരിമ്പൂർ എന്ന് പറയും. പഠിച്ചതൊക്കെ അവിടെ അരിമ്പൂർ എന്നുള്ള ഒരു കോൺവെന്റ് സ്കൂളിലായിരുന്നു. പിന്നെ ഹൈസ്കൂളായപ്പോഴത്തേനും തൃശ്ശൂർക്ക് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാർമസിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് മംഗലാപുരത്ത്. ഫാർമസിസ്റ്റാണ് താങ്കൾ? ഫാർമസിസ്റ്റാണ്. ഓക്കെ, ഫാർമസി. അപ്പോൾ അത് കഴിഞ്ഞ് ജോലിയാണോ? ഫാർമസി കോഴ്സ് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് മദർ ഹോസ്പിറ്റലിലാണ്, തൃശ്ശൂർ മദർ ഹോസ്പിറ്റൽ. താങ്കളുടെ മാതാപിതാക്കൾ ബിസിനസ്സോ ജോലിയോ എന്തെങ്കിലും ആണോ? അല്ലല്ല, അവർ രണ്ടുപേരും ജോലിക്കാരായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മകള് ജോലിക്ക് തന്നെ പോകണം. ജോലിക്ക് പോകണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഫാർമസിസ്റ്റ് ആയിട്ട് പഠിപ്പിച്ചത്. ഒരു ജോലി ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. എത്ര വർഷം മദറിൽ ഉണ്ടായിരുന്നു? മദറിൽ ഒരു 3 വർഷത്തോളം. അപ്പോഴേക്കും വിവാഹം, കല്യാണം കഴിഞ്ഞു. ഓക്കെ. ഹസ്ബൻഡിന്റെ പേര് ബെന്നി. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അയാൾ വീഡിയോകോണിൽ സർവീസിലായിരുന്നു. ഓക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നേരെ ഹസ്ബൻഡിന്റെ വീട് എവിടെയാണ്? ഹസ്ബൻഡ് വീട് ചാലക്കുടിയിൽ, പരിയാരം. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ജോലി വേണ്ടെന്ന് വെച്ചോ? ഇല്ല, ഒരു ഷോർട്ട് പീരീഡിന് മോനുണ്ടായ ഒരു സമയത്ത് മാത്രം. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ചാലക്കുടിയിൽ ഒരു മെഡിക്കൽ ഷോപ്പിലാണ് ഞാൻ പോയിരുന്നത്. ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. എത്ര നാളങ്ങനെ? അത് ഒരു 5-6 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു വർഷത്തോളം ഗവൺമെന്റ് സർവീസിലൊരു ഭാഗ്യമുണ്ടായി. എംപ്ലോയ്മെന്റ് സർവീസിൽ 1 വർഷം വർക്ക് ചെയ്യാനായി. 1 വർഷത്തേക്ക്? 1 വർഷത്തേക്ക് ടെമ്പററി പോസ്റ്റ് ആയിരുന്നു. അത് ശരി. അതിനിടയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും 2 കുട്ടികളാണ്? 2 കുട്ടികൾ. ആൺകുട്ടികൾ, റൊണാൾഡോ, റിച്ചാർഡ്. ഓക്കെ. അപ്പോൾ ഈ കുട്ടികളും ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്തു ജോലിയൊക്കെ? ജോലി ചെയ്യുന്ന സമയത്ത് അത് ഇച്ചിരി പാടായിരുന്നു. ഹസ്ബൻഡ് കണ്ണൂരായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് പാരൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ. ഹസ്ബൻഡ് അമ്മ ഇതുപോലെ ഇളയ മോൻ 8 മാസമുള്ള സമയത്ത് മരിച്ചു. അപ്പോൾ ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിന്. ജോലിക്ക് പോകണം, കുട്ടികളുടെ പഠിത്തം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, എല്ലാം കൂടെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട് വരുന്നത്. അവിടെയാണ് സ്പാർക്ക് അടിക്കുന്നത്. ഓക്കെ. അങ്ങനെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഇനി ഫാർമസിയിലോട്ട് നോക്കിയിട്ട് കാര്യമില്ല, കാരണം ജോലി ഒരു ടൈം ഉണ്ട്, പ്രശ്നങ്ങളാണ്. എന്ത് മേഖലയാണ് കണ്ടുപിടിച്ചത്? ആ സമയത്ത് സ്ഥലം ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്. അപ്പോൾ കൃഷി ആയിട്ട് എന്തെങ്കിലും വലിയ റിസ്ക് ഇല്ലാത്തൊരു കാര്യം, ഭയങ്കര വലിയ റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല അന്ന്. അപ്പോൾ വലിയ റിസ്ക് ഇല്ലാതെ ചെറിയ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഇൻകം എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ആന്തൂറിയം കൃഷി എന്നുള്ള പല പല കാര്യങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആന്തൂറിയം കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ള തോന്നലിൽ
ബെന്നിയുടെ ഒരു കസിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ആന്തൂറിയം കൃഷി ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. തോന്നൽ വന്ന അന്ന് തന്നെ ആളെ വിളിച്ച് സംസാരിച്ചു. ആളുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു ഫാം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. അവിടെ പോയി കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നി. അങ്ങനെ പിന്നെ അങ്ങനെ ആന്തൂറിയം കൃഷിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ അതിന് പല പല ഇച്ചിരി ഹാർഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്ര വന്നു? ഒരു 6-7 ലക്ഷത്തോളം രൂപ. അപ്പൊ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തി? അന്ന് ബാങ്ക് ലോൺ എടുത്തിട്ടാണ്. ബാങ്ക് ലോൺ. അപ്പൊ അത് റിസ്ക് തന്നെയാണ്. അത് ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഒരു മിനിമം ഒരു ഇൻകം കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്താലാണ്. പക്ഷേ ആന്തൂറിയം അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതൊരു. അത് നന്നായിട്ട് പോയോ? വരുമാനം കിട്ടിയോ? നന്നായിട്ട് പോയിരുന്നു. വരുമാനം കിട്ടാൻ തുടങ്ങി. ഫ്ലവേഴ്സ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഡൽഹിയിലാണ് ഇതിന് കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. ശരി. അപ്പൊ അങ്ങോട്ട് നമ്മൾ അയക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എന്താ ചെയ്തത്? അപ്പൊ ഈ വീട്ടിലിരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആന്തൂറിയം മാത്രം പോരാ. അപ്പൊ ഈ കുക്കിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കുക്കിംഗ് ഇഷ്ടമുള്ള ആളാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് കുറേ വീട്ടിലാണല്ലോ, അപ്പോൾ കുറേ എക്സ്പെരിമെൻറ്റ്സ് കാര്യങ്ങൾ, വനിതലത്തെ റെസിപ്പീസാണ് കൂടുതലും ചെയ്യുക. കേക്ക്സും പുഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അന്ന് ഈ പറയേണ്ട പല പല പരീക്ഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് കേക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ബിസിനസ് ആക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, നമ്മളുടെ ഒരു സർക്കിളിൽ വേണമെങ്കിൽ ക്രിസ്മസിൻ്റെ സമയത്ത് കൊടുക്കാമല്ലോ എന്നുള്ള ഒരു പ്ലാൻ വന്നു. അപ്പം അതിന് മുൻപ് ഈ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ തന്നെ നമ്മൾ എവിടെയെങ്കിലും വിരുന്ന് പോവുകയും നമ്മൾ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് കൊണ്ടുവരുന്നത് നമ്മളുടെ കേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു, നല്ല കേക്കാണ്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ 1-2 ഒക്കെ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കും, അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ക്രിസ്മസിൻ്റെ സമയത്ത് എന്തായാലും നല്ല ഡിമാൻഡുള്ള സമയമാണ്, നമ്മളുടെ ഒരു സർക്കിളിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു അത് ആക്ച്വലി 2006 നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്, സീസണിൽ മാത്രം. അത് നമ്മുടെ ഒരു ഫ്രണ്ട്സും റിലേറ്റീവ്സ് എന്നുള്ള ഒരു സർക്കിളിൽ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നും കാണുമ്പോൾ പറയുന്ന ആൾക്കാരുണ്ട് അന്ന് കൊണ്ടുവന്ന കേക്ക് നല്ലതായിരുന്നു, കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളവരെ കാണുന്നത്. അപ്പം എന്നെ പലരും ഓർത്തിരിക്കുന്നത് തന്നെ ആ കേക്കിന്റെ രുചിയുടെ പേരിലാണ്. അപ്പൊ അതൊരു സംരംഭമാക്കാൻ തീരുമാനിച്ചോ? പിന്നീട് സംരംഭമാക്കാൻ നല്ല ഫീഡ്ബാക്കുകൾ വരാൻ തുടങ്ങി. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് ആക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു റെഗുലർ ഇൻകം ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അത് തുടക്കത്തിൽ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾക്ക് കടകളിൽ നിന്നൊക്കെ എൻക്വയറി വരാൻ തുടങ്ങി, നമ്മളെ വിളിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് തരുമോ. സാമ്പിൾ കൊണ്ടുപോയി കൊടുത്തോ? അല്ലല്ല, സാമ്പിൾ കൊടുത്തിട്ടല്ല, നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ റെഫറൻസ് വെച്ചിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് കേക്കുകൾ വാങ്ങിച്ചിരുന്ന ആളുകൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തുടക്ക സമയത്തൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മളുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമ്മുടെ നമ്പർ എടുത്തിട്ട് നമ്മളെ വിളിക്കുക. അങ്ങനെ കുറച്ച് കടകളിൽ നിന്നൊക്കെ നമുക്ക് എൻക്വയറി വരാൻ തുടങ്ങി. ആ കടകളിൽ നന്നായിട്ട് പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് കടക്കാർക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള നല്ല ഫീഡ്ബാക്കും റിപ്പീറ്റഡ് ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ കടക്കാരുടെ കോൺഫിഡൻസും കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഓർഡർ വരാൻ കാരണം. അതെ. അപ്പോൾ ചോദിച്ചോട്ടെ, ആന്തൂറിയം എങ്ങനെ പോയി? ആന്തൂറിയം ഫ്ലവേഴ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊന്ന് അതിൻ്റെ ഇടയിൽ ഈ കേക്കിലേക്കും കൂടെ ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പതുക്കെ ഒന്ന് ഡൗൺ ആയി. നമ്മുടെ ശ്രദ്ധ കുറച്ച് കുറഞ്ഞു. അത് ജോലിക്കാരെ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ച് ഞാൻ ഈ കേക്കിലോട്ട് ഫുൾ ടൈം ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കേടും കാര്യങ്ങളൊക്കെ വന്നു. ചില നഷ്ടങ്ങളുണ്ടായോ? കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ സീസൺ ഫുള്ള് ഒരു 4-5 മാസത്തോളം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ കേക്കിന്റെ പുറകെയായിരുന്നു. ആ സമയത്ത് ഒരു ബിൽഡിംഗ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാനും എല്ലാത്തിനും കൂടെ. ഒറ്റയ്ക്കാവുമോ? അപ്പൊ ഹസ്ബൻഡിനോട് ഒന്നും പറഞ്ഞില്ലേ? ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്നത്, ഹസ്ബൻഡും പറഞ്ഞ് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻകം എന്തായാലും, ഒരു ഫിക്സഡ് ഇൻകം എന്തായാലും വേണം. അപ്പോൾ ഉടനെ അങ്ങനെ രണ്ടുപേരും കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. പിന്നെ ഈ കടകളിൽ നിന്നൊക്കെയുള്ള നല്ല ഫീഡ്ബാക്ക്, നമുക്ക് എൻക്വയറി ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് തന്നെ ഇങ്ങനെ ഒരു ഫുൾ ടൈം ആയിട്ട് ചെയ്യുമ്പോഴത്തേനും ഞാൻ തന്നെ ഉണ്ടായിക്കഴിഞ്ഞ കാര്യമില്ല, ബെന്നും കൂടെ വരികയാണെങ്കിൽ അത് കുറച്ചും കൂടെ നന്നാവും, കുറച്ചും കൂടെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്, ബെന്നും കൂടെ വരികയാണെങ്കിൽ. അപ്പൊ അദ്ദേഹം നല്ലൊരു ജോലിയിലാണ്, വീഡിയോ കോണിൽ വർക്ക് ചെയ്യുന്നത്. സിലി ഹസ്ബൻഡ് ബെന്നിയോട് പറയാണ് രാജിവെച്ചിട്ട് വരാനായിട്ട്. എന്നിട്ട് വന്നു. വെരി ഗുഡ്. അതത്ര കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരുന്നോ? ആന്തൂറിയത്തിന്റെ കാര്യത്തിലായിരുന്നു എനിക്ക് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പൊ ആന്തൂറിയം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെന്നി ജോലി ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് തുടക്കത്തിൽ ഞങ്ങൾ വിചാരിച്ചത് എങ്ങനെയാണ്, ആന്തൂറിയം കേക്കും രണ്ടും ഉണ്ടല്ലോ,
രണ്ടും കൂടി ആകുമ്പോഴത്തേനും ഫാമിലി മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഈ ജോലി പിന്നെ വേണ്ടെന്ന് വെച്ചത്. അപ്പൊ അദ്ദേഹം ഇത് കണ്ടിട്ട് കൺവിൻസ് ആയോ? ആന്തൂറിയം കൃഷിയിലോട്ട് വരുന്ന സമയം അതായത് നമുക്ക് എന്തെങ്കിലും ബിസിനസ് ആയിട്ട് തുടങ്ങണം, ഈ ഒരു ഇൻകം മാത്രം. ഞാൻ ജോലിയിലില്ല, ഒരാളുടെ ഇൻകം കൊണ്ട് മാത്രം മക്കളുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്ക് അന്നൊക്കെ എഞ്ചിനീയറിംഗ് ആണ് സത്യം പറഞ്ഞാൽ. പിള്ളേരുകൾ നമുക്ക് മെഡിസിൻ ഒന്നും വലിയ നോട്ടമില്ല, എഞ്ചിനീയറിംഗിനെങ്കിലും പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പം നമുക്ക് പിള്ളേര് ഈ പറയുന്ന +2 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ നല്ലൊരു പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പം അതിനുള്ള സോഴ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു വരുമാനം പിള്ളേരെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആന്തൂറിയം തുടങ്ങാന്ന് പറഞ്ഞത്. അപ്പോൾ തുടങ്ങാന്ന് പറഞ്ഞപ്പോഴത്തേനും ബെന്നി ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല ആ സമയത്ത്. ഞാനൊരു ദിവസം ഇവര് സ്റ്റാഫ് ടൂർ പോകുന്ന ദിവസമായിരുന്നു അത്, കൃത്യം പറഞ്ഞാൽ. അല്ലാതെ ലീവ് കിട്ടാൻ പാടാ. അപ്പോൾ ഈ സ്റ്റാഫ് ടൂർ പോകുന്ന അന്ന് ടൂർ വിടാതെ ഞാൻ ഈ പറയുന്ന എൻ്റെ കസിൻ്റെ പറഞ്ഞ അവരുടെ റിലേറ്റീവിൻ്റെ ഫാമിലേക്ക്, അവർ നന്നായിട്ട് നടത്തുന്നതാണ്, അവിടേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിയിലൊക്കെ ഈ ഫ്രണ്ട്സ് വിളിക്കും, ഞങ്ങൾ അവിടെ എത്തി ഇവിടെ എത്തി അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ എനിക്ക് വഴക്കായിരുന്നു. ഒരു നല്ലൊരു ദിവസം കളഞ്ഞൂല്ലോ, ഇനിയിപ്പോൾ ബിസിനസ് തുടങ്ങാണ്ട് ഇനിയിപ്പോൾ അത് തുടങ്ങാതെ അതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബഹളം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കണ്ട് കഴിഞ്ഞപ്പോൾ എന്നെക്കാളും ഇൻട്രസ്റ്റ് ബെന്നിക്കായിരുന്നു. നമുക്കിത് തുടങ്ങാൻ പറ്റും എന്നുള്ള രീതിയിൽ അതിൻ്റെ ഈ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ബെന്നി തന്നെ ജോലിക്ക് പോകുമ്പോൾ തന്നെ ഈ സെറ്റ് ചെയ്തിരുന്നത്. പിന്നീട് അപ്പൊ ബെന്നിയെ കൺവിൻസ് ചെയ്ത് റിസൈൻ ചെയ്ത് ആന്തൂറിയത്തിലേക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു. പക്ഷെ ആള് കൺവിൻസിങ് ആയി. ആ സമയത്ത് ആള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഇൻകം വരാൻ തുടങ്ങി. പ്ലസ് നമുക്ക് ആന്തൂറിയം ഉണ്ട്, സീസണിൽ നമുക്ക് നോർമൽ സമയത്ത് കിട്ടില്ലെങ്കിൽ തന്നെ സീസണിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും. രണ്ടുപേരും ബിസിനസ്സിലായി. ബിസിനസ്സിലായി. ഇനി കേക്കാണ് സിലിയുടെ പാഷൻ അല്ലേ? അത് വളർത്തണം. എന്തൊക്കെ ചെയ്തു? ആദ്യം ഈ ഞങ്ങൾ ഫസ്റ്റത്തെ ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ ഷെൽഫ് ലൈഫ് ആയിരുന്നു. ഈ തുടക്കത്തിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കടകളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ആ സമയത്ത് നല്ല നല്ല ബ്രാൻഡുകൾ അത്യാവശ്യം 1 മാസം 2 മാസമൊക്കെ ഷെൽഫ് ലൈഫുള്ള സമയത്ത് നമ്മളുടെ കേക്കിന് 10 ദിവസം 12 ദിവസമൊക്കെയാണ് ഷെൽഫ് ലൈഫ് കിട്ടുക. പക്ഷേ നമ്മൾ ആ ഒരു സമയം കൊണ്ട് വിറ്റ് പോകാവുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ആ സമയത്ത് മാനേജ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് അടുത്തൊരു ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷെൽഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാതെ ഒന്നും, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എൻക്വയറീസ് ഒക്കെ ആ സമയത്ത് കുറേ പേര് വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും പറയും, അയ്യോ നിങ്ങൾക്കിത് കൊണ്ടുപോയാൽ ശരിയാവില്ല, ഇതിന് ഷെൽഫ് ലൈഫ് കുറവാണ്, ഫംഗസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ പൈസ പോവും എന്ന് പറഞ്ഞ് ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുക ചെയ്യാറ്. പക്ഷെ ആ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി നമുക്കിത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഷെൽഫ് ലൈഫും ഇതൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ വേയിൽ ഇതിനെ സമീപിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു. ഫസ്റ്റ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വാക്വം പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡായിരുന്നു. അതിൽ കൂടെ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അതാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്കൊരു 1 മാസമൊക്കെ നമുക്ക് ഷെൽഫ് ലൈഫും കാര്യങ്ങളും കിട്ടും. വെരി ഗുഡ്. അത്രയും കിട്ടാന്നുള്ള രീതിയിലായി. ഈ സാധനമായി മാർക്കറ്റിലേക്ക് പോയപ്പോഴത്തേക്കും ഇത് ആദ്യം പോയത് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലാണോ അതോ സീസണൽ പ്രോഡക്റ്റ് ആയിട്ടോ? എങ്ങനെയാണ്? ആദ്യം പോയത് സീസണൽ പ്രോഡക്റ്റ് ആയിട്ട്. നമ്മൾ ക്രിസ്മസിന്റെ സീസൺ, ക്രിസ്മസിന് മാത്രം ഗിഫ്റ്റിംഗ് കൊടുക്കുന്ന ആളുകൾ, കസ്റ്റമേഴ്സിനെ, ബിസിനസ്സുകാരെയൊക്കെ കണ്ടുപിടിച്ച് നല്ല ബിസിനസ് കിട്ടിയോ ആദ്യമൊക്കെ? ആ സമയത്ത് ഗിഫ്റ്റിങ്ങിന്റെ രീതിക്ക് നമുക്ക് വലിയൊരു ടഫ് ആയിരുന്നില്ല, നമുക്ക് എളുപ്പമായിരുന്നു കിട്ടാനായിട്ട്. നമുക്ക് പ്രൊഡക്റ്റ് സാമ്പിളൊക്കെ കൊടുക്കുമ്പോഴത്തേനും അപ്പോഴേക്കും ഈ ഒറ്റയ്ക്കുന്നുള്ള പ്രൊഡക്ഷൻ ഒന്ന് മാറ്റി വേറെ ആരെങ്കിലും ഒക്കെ അപ്പോയിന്റ് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയി. മാത്രമാണ് ആൾക്കാരുള്ളൂ, വേറെ സെയിൽസിലൊന്നും ആരുമില്ല. സെയിൽസ് ചെയ്തിരുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആയോ അപ്പോഴേക്കും? പ്രൊഡക്ഷൻ യൂണിറ്റ് ആയി. തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ യൂണിറ്റ് ഇൻവെസ്റ്റ് ചെയ്തു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു, ആ സമയത്ത് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് നല്ല നീറ്റായിട്ടുള്ള ഒരു യൂണിറ്റ് വേണം എന്നുള്ളതായിരുന്നു. അത് 2 വർഷമായപ്പോഴത്തേന് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ജീവനക്കാരെയൊക്കെ എവിടെ നിന്ന് കണ്ടെത്തി? ജീവനക്കാർ, പ്രൊഡക്ഷനിലുള്ള ജീവനക്കാരൊക്കെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള വീട്ടമ്മമാരാണ്. അത് ശരി, എല്ലാവരും പണി പഠിപ്പിച്ചെടുത്തതാണ്. പണി പഠിപ്പിച്ചെടുത്തതാണ്. നമുക്ക് ഇപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷെഫുമാരോ അങ്ങനെയുള്ള ആരും നമുക്കില്ല. വീട്ടമ്മമാരും ഞാനും. സിലിയുടെ തലയിൽ ഉദിച്ച ആ ഒരു നമ്മൾ തന്നെയാണ് ഒരു റെസിപ്പി സെറ്റ് ചെയ്യാൻ ഒരുപാട് പരീക്ഷണങ്ങൾ. എന്ത് ബ്രാൻഡ് ഇറങ്ങുമ്പോഴും എന്ത് പ്രോഡക്റ്റ് ഇറങ്ങുമ്പോഴും അതിനൊരു പേര് വേണമല്ലോ. അപ്പോൾ ഒരു പേരിടണ്ടേ? പേര് തുടക്കത്തിൽ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു ഇഷ്ടപ്പെട്ട പേര് തന്നെയാണ് സ്പൈസ് എന്നുള്ളൊരു പേര്. അതായത് നമുക്ക് എപ്പോഴും കേക്ക് എന്ന് പറയുമ്പോഴത്തേനും ഏറ്റവും ആദ്യം ആളുകളുടെ മനസ്സിൽ ഓടി വരുന്നത് അതിൻ്റെ ഫ്ലേവറാണ്, അരോമ. അപ്പോൾ ആ ഫ്ലേവർ, കേക്കിന് ഫ്ലേവർ കിട്ടുന്നത് സ്പൈസസിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് ഞാൻ സ്പൈസ് ബേക്സ് എന്നുള്ളൊരു പേരിട്ടത്. സ്ഥാപനത്തിന്റെ പേര് സ്പൈസ് ബേക്സ് എന്നാണ്. സ്പൈസ് ബേക്സ് എന്നാണ്. പിന്നീട് ഈ സീസണൽ ബിസിനസ്
മാത്രമായി ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന മേഖലയല്ലല്ലോ. സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പ്രോഡക്ട്സ് എക്സ്പാൻഡ് ചെയ്തു, ഫസ്റ്റ് കടകളിലേക്ക് എത്തിച്ചു. കടകളിലോട്ട് എത്തിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് അന്വേഷിച്ച് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നമുക്കും ഒരു വളരെ നമ്പർ ഓഫ് ഷോപ്സ് ആ സമയത്ത് കുറവായിരുന്നു. പക്ഷെ ഉള്ള ഷോപ്പുകളിൽ നല്ല ക്വാണ്ടിറ്റി നന്നായിട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ വേറെ ജീവനക്കാർ, പ്രൊഡക്ഷനിലൊഴികെ വേറെ ജീവനക്കാരും ഉണ്ടായിരുന്നില്ല. സെയിൽസ്, നമ്മളുടെ സ്വന്തം വണ്ടി, ഹസ്ബൻഡ് പോകുന്നു, എവിടെയും പൈസ വേറെ പോകാനില്ല. അപ്പോൾ ആ സമയത്ത് അത് ഓക്കെ ആയിരുന്നു. പിന്നീട് നെക്സ്റ്റ് ഇങ്ങനെ എക്സ്പാൻഷൻ ഓരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ 2017 തോന്നുന്നു GST വരുന്നത്. അപ്പോൾ നമ്മൾക്ക് തന്നെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയി തുടങ്ങി ആ സമയത്ത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടൻറ്റിനെ വെച്ചു. പിന്നെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്ക് പോകണം എന്നുള്ളൊരു അതായത് എക്സ്പാൻഷൻ വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു പേഴ്സൺ വേണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ ഫുഡ് ടെക്നോളജിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു. അവരൊക്കെയാണ് നമുക്ക് ടെക്നിക്കലായിട്ടുള്ള സ്റ്റാഫ് ഉള്ളത്. അപ്പോഴും നമുക്ക് സെയിൽസിൽ സ്റ്റാഫ് ഇല്ല. ഈ റെഫറൻസ് സെയിലും ഹസ്ബൻഡായിട്ട് സീസണിൽ നമ്മൾ ഹസ്ബൻഡും മക്കളെപ്പോഴത്തേനും വളർന്നു, അവരിതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അവർ രണ്ടുപേരും സെയിൽസിന് ആളുകളെ കാണാനും കൺവിൻസ് ചെയ്യാനും ഒക്കെ അവരും പോകാറുണ്ടായിരുന്നു. അതൊഴികെയുള്ള വേറെ സെയിൽസ് പ്രാക്ടീസസ് ഞങ്ങൾക്കൊന്നും വേറെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എത്ര SKUs ആയി, എത്ര പ്രോഡക്ട്സ് ആയി? ഇപ്പോൾ നമുക്കൊരു 8-9 ഫ്ലേവേഴ്സ് ഉണ്ട്, ഒരു 20ഓളം SKUs ഉണ്ട്. എന്താണ് ഈ സ്പൈസ് ബേക്സ്, അതായത് സിലിയുടെ കേക്കിൻ്റെ പ്രത്യേകതകൾ എന്താണ്? കൺസിസ്റ്റൻറ്റ് ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റി. നമ്മളെപ്പോഴും ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടാറുണ്ട് എനിക്ക്. ഒരുപാട് പേര് വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ കേക്ക് ഭയങ്കര നല്ലതായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സജഷൻ എൻ്റെ അടുത്ത് പറയുകയാണ്, കേക്ക് ഇന്ന് വാങ്ങിച്ച കേക്ക് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്താ പറ്റിയെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറൊരു രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമേയാണ് നമ്മൾ വർക്ക് ചെയ്യുക. അത് ആരും എത്ര ചെറിയ ആൾക്കാർ, ഒരു കുട്ടികൾ പറഞ്ഞാൽ പോലും നമ്മളത് കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്കത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, അതേസമയം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും. നമുക്കത് ആ രീതിയിലാണ്. ക്വാളിറ്റിയിലും ടേസ്റ്റിലും നമ്മൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാറില്ല. അത് നമ്മുടെ ഈ സ്പൈസ് കേക്ക് എന്ന് പറയുന്ന സാധനം എത്ര ഔട്ട്ലെറ്റുകൾ ലഭ്യമാണ്? ഒരു 400-450 ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ. വെരി ഗുഡ്. ഏതൊക്കെ ജില്ലകളിലാണ്? തൃശ്ശൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഉടുപ്പിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ആളവിടെ കുറച്ച് ഷോപ്സിൽ കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റ് ത്രൂ ചെയ്യുന്നുണ്ട് നമ്മൾ. വെബ്സൈറ്റ് വഴിയുണ്ട്. വെബ്സൈറ്റ് വഴി. വെരി ഗുഡ്. നമുക്ക് എത്ര പേർക്ക് ഇപ്പോൾ തൊഴിൽ കൊടുക്കാനാവുന്നുണ്ട്? നോർമൽ സമയത്ത് നമുക്കൊരു 13-15 ആൾക്കാർ ഇപ്പം അതിൽ ഇൻവോൾവ് ആണ്. സീസൺ വരുമ്പോഴത്തേനും ഒരു നവംബർ ടു ജനുവരി ഹാഫ് വരെ നമുക്കൊരു 60-70 ആൾക്കാരുണ്ട്. അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമായി വളർന്നു കഴിഞ്ഞു അല്ലേ? പൊതുവെ സ്ത്രീകൾ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നവരാണ്. സിലിക്ക് ഈ വനിതകളോട് എന്താണ് പറയാനുള്ളത്? വനിതകൾ എൻ്റെ അഭിപ്രായത്തിൽ അവർ വീട്ടിൽ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് ഇരിക്കാതെ അവരുടെ ഈ കുട്ടികളെ നോക്കുന്ന ഒരു ടൈമുണ്ട്. ചെറിയ കുട്ടികൾ അവർക്ക് ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മ, കാരണം എന്തെങ്കിലുമൊക്കെ ഒരു സ്കില്ല് എല്ലാവർക്കും ഉണ്ട്. അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവും സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർ ഫാമിലീനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും സെൽഫ് കോൺഫിഡൻസ് കൂടാനാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തുക. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറേയും കൂടി ഈസിയാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഇതൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനും തുടങ്ങാനും ഒക്കെ പറ്റുന്നതേ ഉള്ളൂ. സിലി എന്ന വ്യക്തി വളരെ പാഷനേറ്റ് ആണ് കേക്കിലേക്ക്. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര സമയമാണ് അതിനെ ചെലവഴിക്കുന്നത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഹോം ബേക്കർ എന്നുള്ളൊരു, വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നു, അത് ആർക്കെങ്കിലും കൊടുക്കുന്നു, ഇഷ്ടപ്പെടുന്നു, പിന്നെ അങ്ങനെയാണ് തുടങ്ങിയതെങ്കിലും ഒരു എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആവണം എന്നുള്ളൊരു രീതിയിലോട്ട് എനിക്ക് മനസ്സിലായത് അതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ളൊരു സയൻസ്, ഒരു ബേക്കിങ്ങിലൊരു സയൻസ് ഉണ്ടാവും, അത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എടുത്തിരുന്നു. എനിക്ക് ആ 2021 തോന്നുന്നു IIM-ലുള്ളൊരു 10,000 വിമൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്, ഗോൾഡ്മാൻ സാക്സ് 10,000 വിമൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടി. അപ്പോൾ അവിടെ നിന്നും അത്യാവശ്യം ബിസിനസ് മാനേജ്മെൻറ്റിലും അല്ലാതെയുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബിസിനസ്, വലിയ ആളുകൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നല്ല നല്ല ക്ലാസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു.
അതിനകത്ത് അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് അവിടെ നിന്ന് പഠിച്ചു. പിന്നെ ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ കൂടെ ഈ ബേക്കിങ്ങിൻ്റെ ഒരു സയൻസ് എന്താണ്, നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല ഇതിനൊരു ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ. ഈവൻ എൻ്റെ പ്രോഡക്റ്റ് ഇപ്പോഴും ടെക്നിക്കലി പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടി ഒരു പ്ലാൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ അതിനകത്ത് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായത് അപ്പോഴാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ കാര്യങ്ങൾ ടെക്നിക്കൽ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, ബേക്കിങ്ങിൻ്റെ സയൻസ് എന്താണെന്നുള്ളത് പഠിക്കുക, എങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന ഷെൽഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നോർമലി എല്ലാവരും വിചാരിക്കുന്നത് പ്രിസർവേറ്റീവ്സ് കുറേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫ് കൂടുമെന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. നമ്മളുടെ പ്രോസസ്സിലുള്ള കുറേ കാര്യങ്ങൾ, അതിലത്തെ സിസ്റ്റംസ്, പ്ലാന്റിൻ്റെ ഹൈജീൻ, അങ്ങനത്തെ കുറേ ആസ്പെക്ട്സ് എല്ലാം കൂടിയിട്ടാണ് ഈ പറയുന്ന ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടുന്നത്. മെയിൻലി ഞാൻ കേക്ക് മാത്രമായിട്ട് ഒരുപാട് പ്രൊഡക്റ്റിലേക്ക് വരെ കടക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. പ്ലാന്റിൻ്റെ ഹൈജീനും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലും കൂടിയിട്ടാണ്. സിലി ഒരു ഫാമിലി ബിസിനസ്സാണത്. ശരിക്കും ഹസ്ബൻഡും വൈഫും ഉണ്ട്. ഒരു ഹസ്ബൻഡും വൈഫും ചേർന്ന് ബിസിനസ് ചെയ്യുന്നത് നല്ലതാണോ? നല്ലതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് അതിലത്തെ സ്ട്രഗിൾ. നമ്മളിപ്പോൾ വേറെ 2 തരം ജോലിക്കാരാണെങ്കിൽ 2 പേരുടെ സ്ട്രഗിളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതിപ്പോൾ കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും വീട്ടിലെ കാര്യങ്ങളിൽ ചിലപ്പോൾ എല്ലാം നമുക്ക് അതേപോലെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. അതേസമയം കുറച്ച് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യും? ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് 2 പേരുടെ ഏരിയ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ ഇൻവോൾവ് ചെയ്യുന്നത്. അതിനകത്ത് ഫൈനൽ ഡിസിഷൻ എൻ്റെ തന്നെയായിരിക്കും. സെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ അത്ര അധികം ഇടപെടാറില്ല. ഹസ്ബൻഡായിരിക്കും. അപ്പോൾ ഒരു നമ്മൾ ഏത് ഏരിയയിലാണ് നമ്മൾ കൂടുതൽ അവരവരുടെ ഏരിയയിൽ അവരവർ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാര്യം അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും പറ്റുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ സിലിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഫാമിലി ഫുള്ള് ബിസിനസ്സിന് സപ്പോർട്ടീവാണ്. വളരെയധികം. മക്കളും ഒക്കെ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. മക്കള് വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ ഈ നേരത്തെ സാറ് ചോദിച്ച പോലെ ഫാമിലി, എനിക്ക് തോന്നിയത് ഒരു തുടക്ക സമയത്ത് നമ്മൾ ഫാമിലി ഫുള്ള് 4 പേരും ഒരു ഇൻകത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോഴത്തേനും കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾക്കത് ശരിക്കും ഫീൽ ചെയ്തായിരുന്നു. നമുക്ക് വേറൊരു ഇൻകം സോഴ്സ് ഇല്ല. കമ്പനി കുറച്ച് നാൾ അടച്ചിടേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ അപ്ഗ്രേഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഇൻകം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഇൻകം കിട്ടുന്ന ബിസിനസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ ഒരു ബിസിനസ്സിലാണെങ്കിൽ അത് ഭയങ്കര എൻജോയ്. 2020 ഒരു ചാലഞ്ച് ആയിരുന്നു അല്ലേ? അതിന് മുന്നേ പ്രളയം തകർത്തിട്ടുണ്ട്. പ്രളയം കമ്പനി ഫുള്ള് മുങ്ങിപ്പോയത്. ഞങ്ങൾ വീട് പണി കഴിഞ്ഞ 2016 ഞങ്ങൾ വീട് പണിയാൻ തുടങ്ങുന്നത്. 2017 ഞങ്ങൾ ഒരു ഹൗസ് ഫാമിംഗ് ഇതൊക്കെ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞത് ആ സമയത്താണ്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ക്രിസ്മസിൻ്റെ തിരക്കിലോട്ട് കയറി. ആ ഓഗസ്റ്റിലാണ് ഈ ഫ്ലഡ് വരുന്നത്. ആ സമയത്ത് കമ്പനിയുടെ മുകളിൽ കൂടെയാണ് വെള്ളം പോയത്. വീടും പുതിയ വീട് കണ്ട് കൊതി തീർന്നിട്ടില്ല. വീടിൻ്റെ ഒരു ട്യൂബ്ലൈറ്റൊക്കെ ഉള്ള ആ ഒരു ഹൈറ്റ് വരെ വെള്ളം വന്നു. ആദ്യമൊക്കെ ഭയങ്കര തുടക്ക ദിവസങ്ങളിൽ സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു. ഭയങ്കര അതിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് സങ്കടം വരും. പക്ഷെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലായി തളർന്നിരുന്നിട്ട് കാര്യമില്ല. മുന്നോട്ട് കൃത്യം ഒരു മാസത്തിൽ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും കുറച്ച് സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാണ്ടായിരുന്നു, റീപ്ലേസ് ചെയ്തു. അത്യാവശ്യം ലോസ് ആ സമയത്ത് ഒരു വാശിയായിരുന്നു. ഒരു ഫ്ലഡിലൊന്നും നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു. അപ്പോഴാണ് രണ്ടാമത് വരുന്നത് വീണ്ടും കോവിഡ് വന്നപ്പോൾ എന്ത് ചെയ്തു? കോവിഡ് ഈ ഫ്ലഡിൽ സത്യത്തിൽ നമ്മൾ ഈ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കും. ഫ്ലഡ് കൊണ്ടുണ്ടായ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് അതാ തോന്നുന്നത്. ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കൂടിയാ. എന്തെങ്കിലും തകർച്ച വന്നാലും നമ്മളൊന്ന് പരിശ്രമിച്ചാൽ കയറി പോരാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ്. അവിടെ വേറെ പ്രശ്നമുണ്ട്. കാരണം ഈ ഫ്ലഡ് വന്നപ്പോഴും ഈ പറയുന്ന കൊറോണ വന്നപ്പോഴൊക്കെ ഈ കേക്ക് ആൾക്കാർ കേക്ക് വാങ്ങിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാനും വിചാരിച്ചത്. ഈ ഫ്ലഡ് വന്നപ്പോൾ ഞാൻ കരുതി എല്ലാവരും കേരളം മുഴുവൻ മുങ്ങിയല്ലോ ആ 2018. അപ്പോൾ ഇനി ആരുടെ കയ്യിലും പൈസയൊന്നും ഇല്ല. കേക്ക് എന്നൊരു ലക്ഷറി പ്രോഡക്റ്റ് അല്ലേ, ഒരു ഡേ ടു ഡേ നീഡ്സിന് വേണ്ട ഒരു സാധനമല്ല. അപ്പോൾ ഇനി കേക്കൊന്നും ആരും വാങ്ങിക്കില്ല. അപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ തുടക്കത്തിൽ കേക്ക് ഇനി ആരും വാങ്ങിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ
ആ ഡിസംബറിലൊക്കെ ഞങ്ങളുടെ തോട്ടം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഭയങ്കര സെയിലുണ്ടായിരുന്നു ആ സമയത്ത്. ഇതുവരെ നമുക്ക് സെയിൽസിനെ സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല. ഒരു പ്രശ്നങ്ങളും സെയിൽസ് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് സെയിൽ കുറയുന്നൊക്കെ വിചാരിച്ചാലും അതങ്ങനെ നടക്കുന്നുണ്ട്. ഓരോ സീസണിലും നമ്മൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. സിലിയുടെ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മളുടെ കേക്ക് തന്നെ പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു എല്ലാ ഒക്കേഷനിലേക്കും ചെയ്തപ്പോൾ കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ബർത്ത്ഡേ മാത്രം അതല്ലെങ്കിൽ ക്രിസ്മസിന് മാത്രം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ എല്ലാ ഒക്കേഷനും റെഡി ആവുന്ന രീതിയിലുള്ള കുറച്ചും കൂടി പ്രോഡക്ട്സ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അതൊന്ന് മാർക്കറ്റിലേക്ക് വരണം. അത് കൂടാതെ കേക്ക് അല്ലാതെയുള്ള ഒരു ഇൻസ്റ്റൻറ്റ് കറി മിക്സ് അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് മക്കൾ പുറത്തു പോയ സമയത്ത് അവർക്ക് എന്താ കൊടുത്തു വിടാൻ പറ്റുക, കുറച്ചും കൂടെ എളുപ്പത്തിൽ അവർക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മക്കളെ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് അങ്ങനെ ഒരു സാധനം വന്നത്. റെഡി ടു കുക്ക് റെഡി ടു കുക്ക് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അത് പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് നല്ല നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി. ഇനി ഒരു പേരിട്ട് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. കേക്കിൻ്റെ എക്സ്പോർട്ടിൻ്റെ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്ലാന്റിൽ എപ്പോഴും നമുക്ക് ഈ പറയുന്ന ഷെൽഫ് ലൈഫാണ് അവിടെയും കുറച്ച് ലോങ് ഷെൽഫ് ലൈഫ് ഉണ്ടായാലാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പരിധിവരെ ഞാൻ അതിനകത്ത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് നമ്മുടെ കേക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പുറത്തുള്ള ആളുകൾക്കും നമ്മുടെ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ നമ്മുടെ കേക്ക് കഴിക്കണം ഇനി. കേക്ക് കഴിക്കണം ഇനി. അപ്പോൾ പുറത്തുള്ള ഒരു എക്സ്പോർട്ടിനുള്ള വെരി ഗുഡ്. സിലിയുടെ ഈ എളിയ വിജയത്തിന്റെ പിന്നിൽ എന്തൊക്കെയാണ്? ഒന്ന് ഫാമിലിയുടെ സപ്പോർട്ട്, കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ജോലിക്കാർ, നമ്മുടെ കസ്റ്റമേഴ്സ്. ഫാമിലി ആണെങ്കിലും എല്ലാ സമയത്തും ഞാൻ ഒന്നിനിപ്പോൾ ഡൗൺ ആയാൽ തന്നെ പിടിച്ച് കൂടെ നിൽക്കാനായിട്ട് ഹസ്ബൻഡും 2 മക്കളും ഉണ്ട്. അവർ എപ്പോഴും ഇങ്ങനെ എനിക്കാണ് കൂടുതൽ തളർച്ചയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അവർ മക്കളൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അവർ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് എല്ലാ സമയത്തും. മാത്രമല്ല ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു നമുക്ക് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു സാഹചര്യം ഒരു തുടക്ക സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലത്തെ ഒരു ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മക്കളും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പോൾ അതൊരു കാര്യം. പിന്നുള്ളത് ജോലിക്കാർ. നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഈ വീട്ടമ്മമാരാണ് കൂടെയുള്ള പ്രൊഡക്ഷനിൽ നിൽക്കുന്നവർ. അവരെ സംബന്ധിച്ച് ഒന്നും അറിയാതെ വന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അണുവിട വ്യത്യാസം വരാതെ അവർ സംഗതി ഞാൻ എത്ര പരിശ്രമിച്ചാലും അവരുടെ ഡെഡിക്കേഷൻ ഉണ്ടായാലാണ് എനിക്ക് ഈ എൻ പ്രോഡക്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അവരും നല്ല എൻ്റെ ഫീലിംഗ് എന്താണോ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ജോലിക്കാരായിട്ടുള്ളത്. അപ്പോൾ അവരുടെ സപ്പോർട്ട്, പിന്നെ കസ്റ്റമേഴ്സ് ഓരോ പ്രാവശ്യവും വിത്തൗട്ട് എനി കോസ്റ്റ് നമുക്ക് ഒരുപാട് റെഫറൻസുകളും നല്ല നല്ല സജഷൻസും സപ്പോർട്ടും ഒക്കെ തരുന്ന നമ്മുടെ കസ്റ്റമേഴ്സ്. അവരാണല്ലോ നിലനിർത്തുന്നത്. ഈ കേക്ക് തലയ്ക്ക് പിടിച്ച ആളാണ്. അതിനി ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയോടുകൂടി ഇനി നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. അതെ അതെ, ഞാനും സിലിയുടെ ഫാനാണ്. കാരണം നമ്മൾ എപ്പോഴൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എനിക്ക് ആ കേക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു കേക്ക് ഫാനല്ല, പക്ഷേ സിലിയുടെ കേക്കിൻ്റെ ഫാനാണ്. കാരണം അത് കഴിച്ചാൽ അതിനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ട്. അത് ഞാൻ അക്നോളജ് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ ഫാമിലിയിലൊക്കെ ഞാനത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ ആദ്യം തന്നെ ചോദിക്കാറുണ്ട് സിലിയുടെ കേക്കാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് വളരെ ഇഷ്ടമുള്ള നല്ല ഫ്ലേവർ, ഏറ്റവും വ്യത്യസ്തമായൊരു കേക്കാണെന്ന് എല്ലാ കസ്റ്റമേഴ്സും പറയുന്ന പോലെ ഞാനും സാക്ഷ്യം പറയുന്നു. ഈ വേദിയിൽ വന്നിരുന്ന ഈ കഥ പറഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങൾ കേട്ടു സിലി എന്ന ഈ സംരംഭകയുടെ ജൈത്രയാത്ര. അദ്ദേഹം ഒരു ഫാർമസിസ്റ്റാണ്. അതിൽ നിന്നാണ് ഒരു സാധ്യത. വീട്ടിൽ തൊഴിലിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് എന്ത് തുടങ്ങാം എന്ന് ചിന്തിച്ചതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഉൽപ്പന്നമാണ്. പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പിടിച്ചപ്പോൾ പാഷനാണ്. സ്പൈസ് കേക്ക് എന്ന ഒരു ബ്രാൻഡും ഇട്ടുകൊണ്ട് അത് വളർത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. കൂടെ നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുണ്ട്. അതോടൊപ്പം തന്നെ ചങ്ക് പോലെ നിൽക്കുന്ന ജീവനക്കാരുമുണ്ട്. നമുക്ക് നിരവധി വനിതാ സംരംഭകർ ഇങ്ങനെ ഉണ്ടാവണം. തൊഴിലുകൾ കൊടുക്കാനാവണം. അടുക്കളയിൽ ഒതുങ്ങേണ്ടതല്ല വനിതകളുടെ ജീവിതം. ഇതുപോലെ പുറത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് അടുത്ത ജനറേഷന് കൊടുത്ത് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് അനുഗ്രഹം. സിലി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള
ഒരു സ്റ്റോറിയാണ്. ഞാൻ ഈഗിൾ കോച്ചിങ്ങിൽ കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ ബിസ്കോണിന് കണ്ടുമുട്ടുമ്പോഴും കേക്ക് സാമ്പിളൊക്കെ തരുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന സിലിയുടെ കഥ പ്രസൻറ്റ് ചെയ്യണമെന്ന്. വളരെ സന്തോഷമുണ്ട് അത് താങ്ക് പ്രസൻറ്റ് യു സോ ചെയ്യാനായതിൽ. മച്ച് ഫോർ ദ സോ ഞാൻ ഓപ്പർച്യൂണിറ്റി. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും സിലിയുടെ സ്പൈസ് ബേക്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പേരിലും എല്ലാ ആശംസകളും.